രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന് മറ്റാരെങ്കിലും ഒന്ന് പറയട്ടെ, സമ്മതിക്കാം. എന്നാലല്ലേ നിന്റേതാണോ എന്റേതാണോ ബെറ്റർ സെലക്ഷൻ എന്ന് അറിയാൻ പറ്റൂ. മിഥുൻ, 1 മിനിറ്റ്. ഈ രണ്ടെണ്ണത്തില് നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതിലേതാ ക്ലാസ് ആയിട്ട് തോന്നുന്നേ? ഇതിലേതെടുത്താലായിരിക്കും എന്റെ ലുക്ക് കുറച്ചുകൂടെ നന്നാവുക. This is very nice, Manjari. എന്തുപറ്റി ഡാഡ് തന്നെ ചിരിക്കുന്നേ? ഒന്നുമില്ലടാ മിഥുനെ, നിന്റെ ടേസ്റ്റും മേഘനയുടെ ടേസ്റ്റും ഒന്നാ. മേഘന സെലക്ട് ചെയ്ത് തന്നെയാ നീ സെലക്ട് ചെയ്തേ. നീ അതൊന്നും ശ്രദ്ധിച്ചിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങളും അഭിരുചികളും പലപ്പോഴും മാച്ച് ആകാറുണ്ട്. അതിപ്പോ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുക. അങ്കിൾ, ഈ സാരി മിഥുൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ പേരിൽ മിഥുനും മേഘനയും വലിയ ചേർച്ചയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും. എടി മേഘനെ, പത്തി വിടർത്താൻ ശ്രമിക്കുന്ന ഞാനൂലേ, കടലും കടലാടിയും തമ്മിൽ തിരിച്ചറിയാത്ത നിന്നെപ്പറ്റി ആ തന്തപ്പടി ജയദേവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോണേ. ഐ വിൽ ഗോ വിത്ത് ദിസ്. ഓക്കേ, ഇനി മിഥുന്റെ കോസ്റ്റ്യൂം നോക്കാം. മിഥുൻ, ഇത് നിനക്ക് നല്ലോണം ഇണങ്ങുന്നുണ്ട്. ഈ സ്യൂട്ട് നിനക്ക് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആവും മിഥുൻ. ഈ സ്യൂട്ടും കോട്ടും നിനക്ക് വേണ്ടി മാത്രം തയ്പ്പിച്ചാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? Yeah, it's good. എനിക്കറിയാം മിഥുൻ, നിനക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് എന്താന്ന് എന്നേക്കാൾ നന്നായിട്ട് ആർക്കറിയാം. നിന്റെ ലൈഫിൽ ഞാൻ സ്യൂട്ടാവുന്നത് പോലെയാ നിന്റെ ശരീരത്തിന് ഈ സ്യൂട്ടും. നമ്മൾ രണ്ടുപേരും ചിന്തകൾ ഒരുപോലെയാ. ഈ കെമിസ്ട്രി മറ്റാരുമായിട്ടും വർക്കൗട്ട് ആവേയില്ല. എത്ര കാലായി നിന്നെ ഞാൻ കാണുന്നതാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? മഞ്ജരി, ഇതൊക്കെയാ, ഇത് സെലക്ട് ചെയ്തോളൂ. മിഥുൻ, മഞ്ജരി, ആന്റി, സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. യെസ് ആന്റി. അരുണിമേ, ഇപ്പൊ സെലക്ട് ചെയ്തതിൽ ബെറ്റർ ഡിസൈൻ ഏതാന്ന് നോക്കി നാളെ കൊണ്ടുവന്ന് തരാം. ആയിക്കോട്ടെ റീമ. വില്ലിച്ച, എന്താ ആലോചിക്കുന്നേ? ഒരു ഭാഗത്ത് അരുണിമ ഈ നിശ്ചയം നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുക. മറുഭാഗത്ത് മേഘന ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ മിഥുനുണ്ടായേക്കാവുന്ന അപകടങ്ങളെപ്പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കുക. വില്ലിച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇങ്ങനെയൊരു നിശ്ചയം കൊണ്ട് ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെ ഇടയിലുള്ള ചെറിയൊരു അടുപ്പം പോലും അകന്നകന്ന് ഇല്ലാണ്ടാവോന്ന എന്റെ മനസ്സിലെ പേടി. ഉള്ള ചെറിയൊരു ബന്ധം പോലും ഇതോടെ മുറിഞ്ഞു പോവോ? നമുക്കെന്താ ചെയ്യാൻ പറ്റുക? പക്ഷെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ നിശ്ചയം മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. സഞ്ജന,
എന്ത് തോന്നിയസാ നീ പറയുന്നത്? ഈ നിശ്ചയം നടക്കരുതെന്ന് എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കുന്നത്? അരുണിമേ, സഞ്ജന അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നിന്റെ ഈ ഏർപ്പാടും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതെന്താ? അതിനെന്ത് തെറ്റാ ചെയ്യട്ടാ ഞാൻ ചെയ്തത്? നിനക്കൊന്നും അറിയില്ലേ? മിഥുനും മേഘനും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. അവര് തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റൊരു പെണ്ണുമായി എൻഗേജ്മെന്റ് നടത്തുന്നത് ശരിയാണോ? വേറൊരു കല്യാണത്തിന് എങ്ങനെ വാക്കുകൊടുത്തു? ജയദേവേട്ടാ, മേഘനയോടുള്ള സ്നേഹത്തിന്റെ പുറത്താ ജയദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ മനസ്സിൽ തൊട്ട് പറ, 3-4 ദിവസം കഴിഞ്ഞാ മേഘന ഇവിടുന്ന് പൊടിയും തട്ടിപ്പോവും. അപ്പം ഇതിനെന്താ ചെയ്യണ്ടേ? അവരുടെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ പ്രിയമതേ. ആ ബന്ധം എന്ത് ചെയ്യണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ചേടാ, അവർക്കിടയിൽ എന്ത് ബന്ധമുണ്ടെന്നാ ജയദേവേട്ടൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ? കോടതി തന്നൊരു വിധി, അതുകൊണ്ടല്ലേ ഇവള് ഇനി ഇവിടെ നിൽക്കുന്നേ. അല്ലാണ്ട് മേഘനയും മിഥുനും ഒന്നിച്ച് ജീവിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത മിഥുന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ലെന്ന് അറിഞ്ഞൂടെ? എന്തിനാ ഈ പകൽക്കിനാവ്? ആർക്കറിയാം ഇതൊക്കെ? വലിയ വലിയ മിറാക്കിളൊക്കെ അവസാനം സംഭവിക്കുന്നത്. ആ ദൈവം ഒന്ന് കനിഞ്ഞാൽ മേഘനയുടെയും മിഥുന്റെയും ജീവിതത്തിൽ ഇനി എന്ത് അത്ഭുതം വേണമെങ്കിലും സംഭവിക്കാം. അത്ഭുതങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല ജയേട്ടാ. സ്വപ്ന ലോകത്തിൽ നിന്ന് ജയേട്ടനൊന്ന് ഇറങ്ങി വന്നാ കൊള്ളാം. മിഥുനും മേഘനയും ഇനി ഒരുമിച്ച് ജീവിക്കില്ല. അത് അസാധ്യമാണ്. അവരിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് പോലും മരം മണ്ടത്തര. അവര് തമ്മിൽ ഇനി ഒന്നിച്ച് ജീവിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ടാ മഞ്ജരിയുടെയും മിഥുന്റെയും കല്യാണം ഞാൻ തീരുമാനിച്ചത്. അതുമൂലം മഞ്ജരിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാനും എനിക്ക് സാധിക്കും. അതിനോടൊപ്പം ഇവിടെ ഇങ്ങനൊരു അവസ്ഥയുണ്ടാവാൻ കാരണമായ മേഘനെ എനിക്ക് ശിക്ഷിക്കാനുമാവും. നീ കേട്ടിട്ടുണ്ടാവുമല്ലോ, അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന്. ഇന്ന് സംഭവിച്ചതും അത് തന്നെയാ. ഒരു പെണ്ണാന്ന് ഓർമ്മ വേണം. ഈ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാന്ന് കരുതണ്ട. ഈ നിശ്ചയം മുടക്കാൻ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിക്കുമെന്നും കരുതണ്ട. ഈ എൻഗേജ്മെന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ മഞ്ജരിക്ക് മാതിരിക്ക് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല. വാക്ക് പോയ ആ ക്ഷണം എന്റെ വ്യക്തിത്വവും നഷ്ടപ്പെട്ടു പോകും. എന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണെങ്കിൽ അങ്ങനൊരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഈ വീട്ടിൽ ഒരു ക്ഷണം പോലും ഞാനുണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ താണ ശിരസുമായിട്ട് എനിക്ക് ജീവിക്കാനും കഴിയില്ല. നീ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത ക്ഷണം ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഓർമ്മയിരിക്കട്ടെ. പിന്നീട് നിങ്ങളൊക്കെ ഇനി എത്ര മഷിയിട്ട് നോക്കിയാലും ഈ അരുണിമയെ കണ്ടുപിടിക്കാനാവില്ല. മോം, what are you talking? മോം എന്തിനെങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ പറയുന്നേ? മോമിനെ എതിർത്ത് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മോമിന്റെ വാക്കുകൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മോം എടുക്കുന്ന തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണല്ലോ. ഞാനത് തെറ്റിക്കുന്ന സമയത്ത് മോം മറിച്ച് ചിന്തിച്ചാ പോരെ?
ഇപ്പൊ ഞാൻ അങ്ങനെയല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ മോം? ദയവ് ചെയ്ത് ഇപ്പൊ നെഗറ്റീവായ ഒരു കാര്യം പോലും ചിന്തിക്കാതിരുന്നൂടെ? മേഘന കേട്ടല്ലോ. മിഥുൻ ഞാൻ വരച്ച വര കടന്നു പോവില്ല. എന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അവൻ മറ്റൊരു തീരുമാനത്തിലേക്ക് പോവില്ല. ആ ഒരു കാര്യം തീരുമാനിച്ച ഈ നിശ്ചയം മുടക്കാനുള്ള ഒരു കാര്യത്തിന് നീയും മുതിരില്ല. മനസ്സിൽ അങ്ങനെയുണ്ടെങ്കിൽ മാറ്റിക്കോ. എന്റെ തീരുമാനങ്ങളെ മറികടക്കാൻ നിന്നെ കൊണ്ടാവില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചടങ്ങ് മുടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഞാനത് ചെയ്തിരിക്കും. ഈ ചടങ്ങ് മുടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഞാനത് ചെയ്തിരിക്കും. പക്ഷെ ഞാൻ കാരണം ഒരിക്കലും അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊരവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. ഈ കുടുംബം ചിന്നിച്ചിതറാൻ ഞാൻ ഒരിക്കലും ഒരു കാരണമാവില്ല. എന്റെ എല്ലാ ബന്ധങ്ങളോടും അളവറ്റ സ്നേഹവും ആദരവും എനിക്കെന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ തൽക്കാലത്തെ ആവേശം മാത്രമല്ലേ. ഒരു വലിയ തീരുമാനം എടുക്കുമ്പോ സാവകാശം പലവട്ടം ആലോചിക്കണം. ഒരാൾക്ക് വാക്കു കൊടുക്കും മുമ്പ് അതിലെ തെറ്റും ശരിയും വേർതിരിച്ചറിയണം. നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റിന്റെ അഗാധതയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ പറ്റിയെന്ന് വരില്ല. വാക്ക് പോയാൽ മരണമാണെന്ന് തെളിയിച്ച പഴങ്കഥകൾ ഒരുപാട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. നല്ലതും ചീത്തതും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. പക്ഷെ അത് മനസ്സിലാക്കുമ്പോ സമയം ഒരുപാട് വൈകിയിരിക്കും. പൊരുത്തമില്ലാത്തൊരു ബന്ധത്തിന്റെ പേരും പറഞ്ഞ് മേഘന എന്ത് പുകലുണ്ടാക്കിയാലും അതൊക്കെ തന്നെ താൽക്കാലികം മാത്രമായിരിക്കും. മിഥുന്റെയും മഞ്ജിരിയുടെയും എൻഗേജ്മെന്റ് അതുകൊണ്ട് തടസ്സപ്പെടില്ല. അവൾ ഇരുട്ടത്ത് കല്ലെറിയാൻ ശ്രമിക്കുക, അതൊരിക്കലും ലക്ഷ്യം കാണില്ല. രക്ഷപ്പെട്ടു. മഞ്ജരി, അരുണിമേച്ചിയുടെ അന്ത്യശാസനം അത്രയ്ക്ക് ദൃഢനിശ്ചയമുള്ളതാ. അതുകൊണ്ട് ഇനി നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അവളുടെ അഹങ്കാരത്തിന് ഒരു കൊട്ടു കൊടുക്കാനെങ്കിലും ഈ നിശ്ചയം നമുക്ക് വിജയകരമാക്കണം. ഇനി നീയാണ് മിഥുന്റെ പെണ്ണ്. എന്ത് വന്നാലും ഇനി അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഈ എൻഗേജ്മെന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ മഞ്ജരിക്കും മാതിരിക്കും ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഈ വീട്ടിൽ ഒരു ക്ഷണം പോലും ഞാൻ ഉണ്ടാവില്ല. മോമനെ എതിർത്ത് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മോമിന്റെ വാക്കുകൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മോം എടുക്കുന്ന തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണല്ലോ. എന്തു പറ്റി മേഘനെ? കഴിഞ്ഞതൊക്കെ ഫ്ലാഷ് കട്ടായി മുമ്പിൽ തെളിയുന്നുണ്ടല്ലേ? ആ ഫ്ലാഷ് കട്ടിലൂടെ നിന്നോടുള്ള സകലരുടെയും വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കുവാണോ? എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താന്നാ പറയാ മേഘനെ, നിന്റെ കപടതയ്ക്ക് കിട്ടിയ പ്രതിഫലമാണിതൊക്കെ. ഇപ്പൊ നിന്റെ ഹൃദയം നൊന്തു നീറുന്നുണ്ടാവും. അതിന് മരുന്ന് പുരട്ടണ്ടേ? എന്ത് മരുന്ന്? ഈ നിശ്ചയം സകലവിധ ആർഭാടത്തോടും കൂടി നടന്ന കല്യാണം അതിനേക്കാൾ ഗംഭീരായിട്ട് നടക്കും. പിന്നെ ഞങ്ങളുടെ സന്തോഷകരമായ സ്നേഹവും ജീവിതവും കണ്ട് നീ വെറുതെ പരാജയബോധത്തിൽ കരയാനൊന്നും നിൽക്കരുതേ. നിനക്ക് വിഷമമുണ്ടെങ്കിൽ നിന്റെ ബാഗ് ഞങ്ങൾ അടുക്കി വെച്ചരാം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. എന്നിട്ട് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ. ഇതെന്താ, ആരെന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ. നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ നിന്നെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നേ.
കഴിഞ്ഞുപോയ നല്ല കാലങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നടക്കാൻ പോകുന്നതിനെതിരെ കൊടി പിടിക്കുന്നതിനേക്കാൾ മാറി നടക്കുന്നതല്ലേ ബുദ്ധി. അത് നിന്റെ വ്യാമോഹം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നും എന്റെ വഴി ഞാൻ തേടിക്കോളുമെന്നും നിന്റെ തടസ്സം മാറിക്കിട്ടണമെന്നൊക്കെ നീ വല്ലാതെ കൊതിക്കുന്നുണ്ടല്ലേ. നിന്റെ ആ മോഹം വെറും മസ്താനത്താണ് മഞ്ജരി. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ. ഈ നിശ്ചയത്തിന്റെ ചടങ്ങുകളിൽ നീ ഇടപെടില്ലെന്നും ആർക്കും ഒരു പ്രയാസവും സൃഷ്ടിക്കില്ലെന്നും ചേച്ചിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. എന്നിട്ട് ഇപ്പെന്താ, നീ വാക്ക് തെറ്റിക്കാനുള്ള പ്ലാനാണോ? ഈ നിശ്ചയത്തിന്റെ ചടങ്ങുകളിൽ ഞാൻ ഇടപെടില്ല എന്ന് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം നിശ്ചയം സുഗമമായി നടക്കും എന്നൊന്നും അല്ലല്ലോ. അത് മുടങ്ങിപ്പോവാൻ ഞാൻ തന്നെ കാരണമാവണമെന്നൊന്നും ഇല്ല ചെറുമേ. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം കാണല് കുറച്ചോ. കണ്ടോ മഞ്ജരി, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും മേഘനയുടെ ആത്മവിശ്വാസം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. ഇത് ആത്മവിശ്വാസമൊന്നുമല്ല, അമിത വിശ്വാസം എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങള് ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ഏതു നേരവും കാത്തിരിക്കും. പക്ഷേ അവസാനം ഒരു ഇല പോലും അനക്കാൻ ഇവരെ കൊണ്ടാവില്ല. ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ. അമിത വിശ്വാസം എനിക്കാണോ നിനക്കാണോ മഞ്ജരി? നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്റെ വ്യാമോഹങ്ങളൊന്നും ലക്ഷ്യത്തിലെത്തില്ല. പാവം, ഇതൊക്കെ തൽക്കാലം നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവള് തകർത്ത് അഭിനയിക്കുന്നതല്ലേ. ഈ നിശ്ചയം വിജയകരമായി നടന്നു കഴിഞ്ഞാ പെരുവഴിയിലാവോന്ന് ചിന്തിച്ച് ഇവളുടെ തലയിലെ സ്ക്രൂ ഒക്കെ ലൂസായെന്ന് തോന്നുന്നു. ഈ മേഘനയോട് തർക്കിക്കാനോ ഉപദേശിക്കാനോ ഒക്കെ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? അവൾ ഇതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിട്ടുകളയും. ആന്റി, ഇത് വേസ്റ്റ്. നീ വാ പോവാ. എന്താ ഏട്ടത്തി ഇതെല്ലാം? വലിയേട്ടൻ ഏട്ടത്തിയുടെ നിഷ്കളങ്കത മനസ്സിലാക്കുന്ന ഒരു കാലം വരുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇതിപ്പോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടി വരുവാണോ? ഏട്ടത്തി, വലിയേട്ടൻ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനായി പോയല്ലോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ ഏട്ടത്തിയുടെ ജീവിതം പരാജയത്തിന്റെ ചുഴിയിലേക്ക് പതിക്കുമെന്ന് എന്റെ പേടി. നീ പേടിക്കാതിരിക്കെ. നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നതാ ദൈവം. നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ ഈശ്വരൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കും വിലങ്ങുതടിയാവില്ല. മോളി കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? എന്തൊക്കെയായിട്ടാ ഇവിടെ നടക്കുന്നത്? നമ്മള് വിചാരിച്ചതിന്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങള്. മഞ്ജരിയുടെയും വലിയേട്ടന്റെയും എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞാൽ പയ്യെ അത് കല്യാണത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാ. അങ്ങനെ വന്നാ മേഘനേട്ടത്തിയുടെ അവസ്ഥ എന്താവും? അതാണ് സഞ്ജന എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെയെങ്കിലും മേഘനടത്തി ഒന്ന് ഒഴിവാക്കാനും മഞ്ജരിയെ വല്യേട്ടന്റെ തലയിൽ കെട്ടിവെക്കാനും വല്യമ്മ നോക്കുന്നേ. പക്ഷെ മേഘനടത്തിയോട് കാണിക്കുന്ന നെറുകേടിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അത്ര നല്ല മനസ്സുള്ളവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ധവിശ്വാസത്തിന്റെയും ഗൂഢാലോചനയുടെയും പുറകെ പോയി ഈ വീടൊരു നരകമാക്കുമായിരുന്നു. എന്തോ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ സാഹചര്യങ്ങൾ ആ ദൈവത്തിനെങ്കിലും ഒന്ന് ക്രമപ്പെടുത്തി തരാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ. സുദീപേ, ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. മരണ വീട്ടിലിരിക്കും പോലെ എന്തെവിടെ ഒരു സഭ കൂടൽ? അങ്ങനെയൊന്നുമില്ല വല്യമ്മേ. നിങ്ങളുടെ മനസ്സും മനസ്സിലുള്ള അഭിലാഷങ്ങളും എന്താണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, ആ അഭിലാഷങ്ങളൊന്നും നിറവേറില്ല. മഞ്ജരിയായിട്ടുള്ള മിഥുന്റെ എൻഗേജ്മെന്റ് നടക്കുന്നുള്ളത് ഉറപ്പാണ്. കുത്തി വീർത്ത മുഖവുമായിട്ട് ഇവിടെ ഇരിക്കാതെ എഴുന്നേറ്റ് പോ.
മിഥുൻ, ആ 3 ലൈറ്റ്സ് കത്തുന്നില്ലല്ലോ. ഓ I'll fix it. മിഥുൻ, എന്താ ഇത്? സിനിമയിലെ ഹീറോയും ഹീറോയിനും കൂട്ടിമുട്ടി മേത്തോട്ട് വീഴും പോലെ ഭയങ്കര ഫീലിങ്സ് ആണല്ലോ. എന്താ മേഘന ഇത്? കിട്ടിയ അവസരം മുതലെടുത്ത് അവനെ പിടിച്ചങ്ങ് മേത്തോട്ട് കിടത്തിക്കോ. എന്റെ മേത്ത് വന്നു വീണത് മിഥുനേട്ടനാ. എന്റെ ദേഹത്തേക്ക് വീഴാണ്ട് നോക്കേണ്ടിയിരുന്നതും ശ്രദ്ധിച്ച് പെരുമാറേണ്ടിയിരുന്നതും മിഥുനേട്ടൻ തന്നെയാ. വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചോദിച്ചാ മതി. എന്താ മിഥുനെ കാണിക്കുന്നേ? മഞ്ജരി, ദിസ് ഇസ് ടു മച്ച്. അവിചാരിതമായി സംഭവിച്ചല്ലേ, ഇനി അതിന്റെ പേരിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാം. മിഥുനേട്ടാ, നീ മാറടി. മിഥുന്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഇനി ഞാൻ ഇവിടെ ഉള്ളത്. ഇടയ്ക്ക് നീ വേണ്ട. നിന്റെ പരിചരണങ്ങളും സ്നേഹപ്രകടനങ്ങളൊന്നും ഇനി അവന് വേണ്ട. ഒരു പഴുത്ത് കിട്ടിയാ മതി. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ കയറങ്ങ് നിന്നോളും. നിന്റെ പരിധികൾ നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. ഉളുപ്പില്ലാത്ത ഇത്തരം പണികൾ ചെയ്താ നീ തന്നെയാണ് നാണം കെട്ട് നാറ്. മേഘനെ, ഇറ്റ്സ് ഓക്കെ, അത് ഞാൻ തട്ടിക്കളഞ്ഞോളാം. ഒന്ന് നിൽക്കും മിഥുനേട്ടാ. മിഥുനേട്ടന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഇപ്പോഴും ജീവനുണ്ട്. എന്റെ താലി കെട്ടിയ ഭർത്താവാണ് നിങ്ങൾ. ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടനെ പരിചരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. അത് സ്വീകരിക്കാനുള്ള അവകാശം ഏട്ടനുമുണ്ട്. ഇതിനെ പൊരനിറഞ്ഞു നിൽക്കുന്നവളുമാർക്ക് മനസ്സിലാവില്ല.
ഏട്ടൻ അതൊന്നും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനിയും ഇതിനിടം പോയിക്കോ.